ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മടിയാണ്. അപ്പം നമ്മുടെ കയ്യിൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള മാവോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യമായിട്ട് കഴിക്കണമല്ലോ. അപ്പം ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റി വൈസ് കിങ്ങിനെ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നാണല്ലോ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തു. ഒരു വലിയ 2 പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ക്യാബേജ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒനിയൻ ചോപ്പ്ഡായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് സോഴ്സായിട്ട് ഇവിടെ വരുന്നത് പൊട്ടാറ്റോ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വേറെ അരിയുടെ പ്രോഡക്റ്റ്സ് ഒന്നും വേണ്ട. പൊട്ടാറ്റോ നല്ലൊരു കാർബോഹൈഡ്രേറ്റ് സോഴ്സാണ്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-2.5 ടീസ്പൂണോളം കടലമാവ്, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം, 2 or 3 ഒക്കെ ചേർക്കാം. അതിൻ്റെ കൂടെ നല്ല കുറച്ച് ക്രിസ്പിയും ക്രഞ്ചിയുമായിട്ട് വരാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ഒരു 2 ടീസ്പൂൺ ഓർ ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട, അല്ലാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് ഇതിനകത്ത് കുറച്ച് പ്രോട്ടീൻ്റെ സോഴ്സും കൂടെ വേണ്ടേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എന്താ ചേർത്ത് കൊടുക്കാൻ പറ്റുന്നത്, ഇതെല്ലാം കൂടെ ബൈൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമുണ്ട്, മുട്ട ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി, നമ്മൾക്ക് ഇതിന് ഫ്ലേവർ വേണ്ടേ. ഫ്ലേവറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇറ്റാലിയൻ ഹെർബ്സാണ്. അതാണ് എൻ്റെ ഫേവറേറ്റ്, അതുകൊണ്ട് അത് ചേർക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്കിത് ഇന്ത്യൻ വേർഷനായിട്ട് ചെയ്യാം. കുറച്ച് ഇഞ്ചി, പച്ചമുളക് ഒക്കെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് ജീരകവും കൂടെ ചേർത്താൽ, ഈ ഇറ്റാലിയൻ ഹെർബ്സിനൊക്കെ പകരമായിട്ട് അത് ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്കൊരു ഇന്ത്യൻ ഫ്ലേവറിൽ കിട്ടും. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാനൊരു 3 പേർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 മുട്ട ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. 3 മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല ക്രഞ്ചി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് 2 മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ. ആക്ച്വലി ഇത് കുറച്ച് വലിയ മുട്ടയാണ്. പക്ഷേ ഇവിടെ എല്ലാവർക്കും കുറച്ച് ബാറ്ററായിട്ട് കുറച്ച് നമ്മൾ ദോശ പരുവത്തിലൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. ശരിക്കും ഫ്രിട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല ക്രഞ്ചി ആയിട്ട് നമ്മളിങ്ങനെ ഒരു സ്നാക്സ് ഒക്കെ ആയിട്ട് നല്ല ടൊമാറ്റോ കെച്ചപ്പിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാനാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമുക്ക് ഇതിപ്പം ഞങ്ങൾ കോക്കനട്ട് ചട്നിയുടെ കൂടെയാണ് സെർവ് ചെയ്തത്. അങ്ങനെയും ട്രൈ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്യാം. അപ്പോൾ 3 മുട്ട തന്നെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമല്ലേ. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലും നമുക്കൊരു കോംപ്രമൈസും ഇല്ലാതെ രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടുവാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അതുപോലെ വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്കിത് സ്നാക്കായിട്ട് കൊടുക്കാം. കെച്ചപ്പിൻ്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ ഒരു കുട്ടികളും ഇത് വേണ്ടെന്ന് പറയില്ല. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇനി നമ്മൾ ഒരു പാൻ എടുക്കുക, ചൂടാക്കുക. അതിലോട്ട് നമ്മൾ ബട്ടർ വെച്ചിട്ടോ ഓയിൽ വെച്ചിട്ടോ ഇത് കോരി ഒഴിച്ച് ദോശ പോലെയോ അല്ലെങ്കിൽ കുഞ്ഞ് ഫ്രിട്ടേഴ്സിൻ്റെ പരുവത്തിൽ ഒഴിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിൽ തന്നെ ഇത് നമുക്ക് 2 സൈഡും വേവിച്ച് എടുക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറിയൊന്നും വേണ്ട, ചട്നിയുടെ കൂടെ കഴിക്കാം. അതൊരു വിയേർഡ് കോമ്പിനേഷനായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഞങ്ങൾക്ക് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇനി അതും ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡിപ്പിൻ്റെ കൂടെ കഴിക്കാം. കെച്ചപ്പ് എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ, അതൊരു നല്ല ഓപ്ഷനാണ്. കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാം, അല്ല മയോണൈസിൻ്റെ കൂടെ കഴിക്കാം. വളരെ നല്ലതാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഇതുവരെ ഇതൊന്നും ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. കമൻസും ലൈക്കും ഷെയറും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. ടേക്ക് കെയർ.